ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ റബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന് പറയുന്ന പാഠഭാഗവുമായിട്ടാണ് കേട്ടോ. വി ഹാവ് സീൻ ദാറ്റ് എക്സസ് ഓഫ് വാട്ടർ ക്യാൻ റിസൾട്ട് ഇൻ കലാമിറ്റി. സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ക്യാൻ ആൾസോ ബി എ പ്രോബ്ലം. നൗ ലെറ്റ്സ് റീഡ് എ സ്റ്റോറി. എന്താണ് പറയുന്നത്? വെള്ളം അധികമായാൽ ദുരന്തം സംഭവിക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. വെള്ളത്തിൻ്റെ ദൗർബല്യവും പ്രശ്നമാകാം. വെള്ളത്തിൻ്റെ ഇല്ലായ്മയും പ്രശ്നമാണ്. എന്നാൽ വെള്ളം കൂടിയിട്ടുള്ള ഓരോ പ്രശ്നങ്ങളും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് സ്റ്റോറി? റബേക്ക ദ ചേഞ്ച് മേക്കർ. ഇൻ ദ ലാൻഡ് ഓഫ് ദ മസാനി ഇൻ സൗത്ത് വെസ്റ്റ് കെനിയ there was a girl named റബേക്ക. എന്താണ്? റബേക്ക എന്ന് പറയുന്ന കുട്ടി ഉണ്ടായിരുന്നു. എവിടെയാണുള്ളത്? മസായിയുടെ, അതായത് തെക്കു പടിഞ്ഞാറൻ കെനിയയിലെ മസായിയുടെ നാട്ടിൽ റബേക്ക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഹർ ഫാമിലി കെപ്റ്റ് കാറ്റിൽ, ഷീപ്പ് ആൻഡ് ഗോട്ട് ആൻഡ് ഡിപ്പെൻഡഡ് ഓൺ ഫാമിംഗ് ദ ലാൻഡ് ഫോർ ഫുഡ്. എന്താണ് പറയുന്നത്? പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അവർ മൃഗങ്ങളെ, അവളുടെ കുടുംബം കന്നുകാലികളെയും ചെമ്മരിയാടുകളെയും വളർത്തി ഭക്ഷണത്തിനായിട്ട് ഭൂമിയിലെ കൃഷിയെ ആശ്രയിച്ചിട്ടാണ് അവരവിടെ ജീവിച്ചിരുന്നത് അല്ലേ. ഇനി ആഫ്റ്റർ സ്കൂൾ ടൈം റബേക്ക യൂസ്ഡ് ടു ഹെൽപ്പ് ഹർ ഫാമിലി ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ആനിമൽസ് ഓൺ ദ ഫാം. സ്കൂൾ കഴിഞ്ഞുള്ള സമയത്ത് റബേക്ക അവളുടെ കുടുംബത്തെ സഹായിക്കുകയും ഫാമിലെ മൃഗങ്ങളെ പരിപാലിക്കുകയും ചെയ്തു. എന്താണ്? കുടുംബം പരിപാലിക്കുകയും, സ്കൂൾ കഴിഞ്ഞാൽ അവൾ എന്ത് ചെയ്യും? കുടുംബത്തെ സഹായിക്കുകയും അവളുടെ ഫാമിലുള്ള മൃഗങ്ങളെയെല്ലാം സംരക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യും. ഓൺ എ വെരി ഹോട്ട് ഡേ റബേക്ക ഫൗണ്ട് ഹർ മദർ ക്രൈയിങ്. ഒരു ചൂടുള്ള ദിവസം റബേക്ക കണ്ടു അവൾ അമ്മ ഇരുന്ന് കരയുന്നത്. അവർ ക്രോപ്സ് ഹാവ് ബീൻ ബാഡ് ദിസ് ഇയർ. എന്താണ് ഇപ്പോൾ പറയുന്നത്? നമ്മളെ കൃഷിയെല്ലാം ഈ വർഷം ബാഡാണ്. ഷീ സെഡ് നൗ അവർ ഗോഡ്സ് ആൻഡ് ഷീപ്പ് മൈറ്റ് ഡൈ. നമ്മളെ ഗോഡ്സും ആടുകളും ചെമ്മരിയാടൊക്കെ മരിച്ചു പോകും. ലേറ്റർ അറ്റ് സ്കൂൾ റബേക്ക ആസ്ക്ഡ് ഹർ ടീച്ചർ വൈ ദർ ഹാഡ് ബീൻ സോ ലിറ്റിൽ റെയിൻ ദാറ്റ് ഇയർ. അങ്ങനെ അവൾ സ്കൂളിൽ എത്തിയതിന് ശേഷം അവൾ ടീച്ചറോട് ചോദിച്ചു, എന്താണ് ഈ വർഷം ഒരു ചെറിയ മഴ പോലും പെയ്യാത്തത്, എന്നാണ് പെയ്യുക എന്നൊക്കെ ചോദിച്ചു. വി ഹാവ് ഹാഡ് മെനി ഡേയ്സ് വിത്തൗട്ട് റെയിൻ. ഒരുപാട് ദിവസം മുന്നേ റെയിൻ ഇല്ലാതായിട്ടുണ്ട്. സെഡ് ഹർ ടീച്ചർ. എന്താണ് ടീച്ചർ പറഞ്ഞു, ഒരുപാട് ദിവസമായിട്ട് മഴയില്ല. വെൻ വി ഹാവ് നോ റെയിൻ പ്ലാൻ കനോട്ട് ഗ്രോ. റെയിൻ നമുക്ക് കിട്ടിയില്ലെങ്കിൽ, മഴ കിട്ടിയില്ലെങ്കിൽ പ്ലാന്റ്സ് ഒന്നും വളരില്ല, മരങ്ങളൊന്നും വളരില്ല. ഇഫ് ദർ ആർ നോ ക്രോപ്സ് ഫോർ ഫുഡ് ആൻഡ് നോ വാട്ടർ ടു ഡ്രിങ്ക്. കൃഷി ഇല്ലാതായാലും എന്താ, ഒന്നും നമുക്ക് ഫുഡിന് വേണ്ടി കിട്ടില്ല, ഭക്ഷണത്തിനായിട്ട് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, കുടിക്കാനുള്ള വെള്ളം കിട്ടില്ല. അവർ ആനിമൽസ് വിൽ ഡൈ. നമ്മളെ മൃഗങ്ങൾ മരിച്ചു പോവും. എവരിവൺ ഇൻ ദ ക്ലാസ് വാസ് ക്വയറ്റ് ഫോർ എ മൊമെൻറ്റ്. ഒരു സമയം അതൊന്നിപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ ക്ലാസ് നിശബ്ദമായി. ദ വർ വറീഡ് അബൌട്ട് ദർ ഫാമിലീസ്. എല്ലാവരും അവരുടെ ഫാമിലിയെക്കുറിച്ച് വറീഡായി, ടെൻഷൻ അടിച്ചു. ദർ ആനിമൽസ്, അവരുടെ ആനിമൽസ്, ആൻഡ് ദർ കമ്മ്യൂണിറ്റി, അവരുടെ സമൂഹം. അറ്റ് ദ സ്കൂൾ ലൈബ്രറി റബേക്ക സെർച്ച്ഡ് ഫോർ മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ റെയിൻ. അങ്ങനെ അവൾ എന്ത് ചെയ്തു? റബേക്ക സ്കൂളിൻ്റെ ലൈബ്രറിയിൽ പോയിട്ട് ഒരുപാട് റെയിനിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻസ് അവൾക്ക് കിട്ടുമെന്ന് അവൾ ലൈബ്രറിയിൽ പോയിട്ട് സെർച്ച് ചെയ്തു. വാട്ട് ഷീ ലേൺഡ് അലാംഡ് ഹർ ദ ഹോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ ആൻഡ് ദർ ഈസ് ലെസ് റെയിൻ. എന്താണ്? അവൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ലോകത്ത് മുഴുവനും ചൂടിലാണ്. എന്താണ്? കുറേ കാലമായിട്ട് ലെസ് റെയിൻ, മഴ കുറച്ചേ ഉള്ളൂ. ഷീ ലേൺ എ ന്യൂ ടേം ക്ലൈമറ്റ് ചേഞ്ച്. അവൾ പുതിയ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചു. കാർസ്, ബസ്സസ് ആൻഡ് എയ്റോപ്ലെയിൻ ആൻഡ് പൊല്യൂഷൻ ദ എയർ. എങ്ങനെയാണ് ക്ലൈമറ്റ് ചേഞ്ച് വരുന്നത്? കാറിൻ്റെയും ബസ്സിൻ്റെയൊക്കെ പൊല്യൂഷനെ കുറിച്ചും പരിസ്ഥിതി മലിനീകരണത്തെക്കുറിച്ചൊക്കെ അവൾ ലേൺ ചെയ്തു. ട്രീസ് ആർ ബീയിങ് കട്ട് ഡൗൺ ആൻഡ് യൂസ്ഡ് ടു മേക്ക് ബിൽഡിങ്സ്. എന്തുകൊണ്ടാണ് മഴ കുറയാൻ കാരണം എന്നൊക്കെ അവൾ മനസ്സിലാക്കുകയാണ് കേട്ടോ. അതായത് മരം കട്ട് ചെയ്തിട്ട് അവിടെ ബിൽഡിങ് വന്നു. പിന്നെ എയർ പൊല്യൂഷൻ അല്ലേ, കാറിൻ്റെ ഇതിൻ്റെ എല്ലാം പുക വെച്ചിട്ട്. ഹ്യൂജ് പൈൽസ് ഓഫ് ട്രാഷ് ആർ തോട്ട്ലെസ്ലി buried in the ground.
All these activities are harming nature. Rebecca felt sad. What can I, just a little girl, do to help the whole world? She wondered. അല്ലേ, അങ്ങനെ അവൾ ലൈബ്രറി പോയിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് എന്താണ് മഴ പെയ്യാത്തത്, നാച്ചുറിനെ നശിപ്പിച്ചിട്ട് ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവളിങ്ങനെ സാഡായും കൊണ്ട് ചിന്തിക്കുക, സങ്കടപ്പെട്ട് ചിന്തിക്കുക, ചെറിയൊരു കുട്ടി എനിക്ക് എന്താണ് ഈ ലോകത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അങ്ങനെ പിക്ചർ കണ്ടോ, റബേക്ക സ്കൂളിൽ നിന്ന് പോകുന്ന ഒരു പിക്ചറാണ് കൊടുക്കണത് അല്ലേ. ഇനി എന്താ സംഭവിച്ചത് നോക്കാം. റബേക്ക ഡിസൈഡ് ടു ടോക്ക് ഹെർ ടീച്ചർ അബൌട്ട് വാട്ട് ഷീ ഹാഡ് ലേൺഡ്. അവൾ ഈ പഠിച്ചതിനെ കുറിച്ച് അവൾ എന്ത് ചെയ്തു, ടീച്ചറോട് സംസാരിച്ചു. ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദ എർത്ത്. ഇത് ഭൂമിയുടെ ഒരു വലിയ പ്രോബ്ലമാണ്, പ്രശ്നമാണ്. ഹെർ ടീച്ചർ എക്സ്പ്ലെയിൻഡ്. ടീച്ചർ വിവരിച്ചു കൊടുത്തു. ബട്ട് ദർ ആർ സർട്ടൻ തിങ്സ് ദാറ്റ് വി ക്യാൻ ഡു ടു ഹെൽപ്പ്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് സഹായമാകും. എന്തൊക്കെ? ലൈക്ക് പ്ലാന്റിങ് ട്രീസ് ടു മേക്ക് നാച്ചർ സ്ട്രോങ്ങർ. നമ്മൾ മരങ്ങൾ നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പ്രകൃതിയെ സ്ട്രോങ്ങർ ആക്കാൻ കഴിയും. ആസ് റബേക്ക വാക്ക്ഡ് ഹോം. അങ്ങനെ റബേക്ക വീട്ടിലേക്ക് നടന്നു. ഇറ്റ് വാസ് വെരി ഹോട്ട് ആൻഡ് ഷീ സ്റ്റോപ്പ്ഡ് ടു ഡ്രിങ്ക് ഫ്രം ഹെർ വാട്ടർ ബോട്ടിൽ. അങ്ങനെ അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. അവൾ വെള്ളം കുടിച്ചുകൊണ്ട് നടക്കുക. ആ ചിത്രമാണ് നമ്മൾ കണ്ടത് അല്ലേ. ഷീ കുഡ് നോട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് ദ ലാക്ക് ഓഫ് റെയിൻ. അവൾ ഇത് ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, ചിന്തിക്കാതിരുന്നിട്ടില്ല. ഈ മഴ ഇല്ലായ്മയെ കുറിച്ചിട്ട് അവൾ ഇങ്ങനെ കൂടുതലായിട്ട് ചിന്തിക്കുകയാണ്. ആൻഡ് ഹൗ ഇറ്റ് വാസ് അഫക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ്. എന്താണ് എങ്ങനെയാണ് അത് ഈ സമൂഹത്തിൽ എഫക്റ്റ് ചെയ്യുന്നത് എന്ന്. ഷീ വാണ്ടഡ് ടു ഹെൽപ്പ് ഹെർ കമ്മ്യൂണിറ്റി. അവളെ സമൂഹത്തെ, അവളെ ഒരു ചുറ്റുപാടിനെ അവൾക്ക് സംരക്ഷിക്കണം. ദെൻ ഷീ ഗെറ്റ്സ് ആൻ ഐഡിയ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അവൾക്കൊരു ഐഡിയ കിട്ടി. ഐ ഹാവ് ലേൺ സോ മച്ച് എബൌട്ട് ക്ലൈമറ്റ് ചേഞ്ച്. ഷീ തോട്ട്. അവൾ ഒരുപാട് കാര്യങ്ങൾ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇഫ് എവറി വൺ ന്യൂ അബൌട്ട് ദിസ് പ്രോബ്ലം. എല്ലാവരെയും ഇത് അറിയിച്ചു കൊടുത്താൽ അത് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിക്കും. ദെൻ ടുഗദർ വി കുഡ് വർക്ക് ഔട്ട് എ സൊല്യൂഷൻ. അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയും. The next day, Rebecca requested her teacher to give a lesson about the changing weather. അടുത്ത ദിവസം അവൾ എന്താ ചെയ്തത്? അവൾ ടീച്ചറോട് റിക്വസ്റ്റ് ചെയ്തു ചേഞ്ചിങ് വെതറിൻ്റെ കുറിച്ചിട്ടൊരു പാഠം, ഒരു ക്ലാസ് എടുക്കണം എന്ന്. ആൻഡ് ദ ഡാമേജ് ഹ്യൂമൻസ് were doing to nature. പ്രകൃതിയെ എങ്ങനെയൊക്കെയാണ് മനുഷ്യർ നശിപ്പിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു. ദ ടീച്ചർ ഗ്ലാഡ്ലി ഗേവ് ദം എ ഡിലൈറ്റഡ് സെഷൻ ആസ് എ റിക്വസ്റ്റഡ്. അങ്ങനെ ടീച്ചർ എന്ത് ചെയ്തു? അങ്ങനെ ഒരു ക്ലാസ് അവളെ റിക്വസ്റ്റ് പ്രകാരം എടുത്തു. അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്, അങ്ങനെ ആ ക്ലാസ്സിൻ്റെ അവസാനം റബേക്ക സ്റ്റുഡ് അപ്പ്. ഷീ ആസ്ക്ഡ് എവ്രി വൺ ഇൻ ഹെർ ക്ലാസ് ടു ഗോ ഹോം ആൻഡ് ടീച്ച് ദെയർ പേരൻറ്റ്സ് അബൌട്ട് വാട്ട് ദേ ഹാഡ് ലേൺഡ്. അങ്ങനെ ആ റബേക്ക എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ വീട്ടിലുള്ളവരോട്, നമ്മളെ പേരൻസിനോട് പറഞ്ഞു കൊടുക്കണം. ഇൻ ജസ്റ്റ് എ ഫ്യൂ ഡേയ്സ് എവ്രി വൺ വാസ് ടേക്കിംഗ് അബൌട്ട് ഹൗ ഹ്യൂമൻസ് were bringing harm to nature. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും സംസാരിക്കാൻ കഴിഞ്ഞു. എന്ത്? ഹ്യൂമൻസ്, മനുഷ്യരുടെ കൈ കൊണ്ട് എങ്ങനെയാണ് ഇതൊക്കെ നടക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ അവർ മനസ്സിലാക്കി അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഇതെല്ലാം ഇവിടെ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കാണിക്കുന്നുണ്ട് അല്ലേ. അതിൽ കണ്ടോ പൊല്യൂഷൻ നടക്കുന്നതും ഒക്കെ കാണിക്കുന്നുണ്ട് അല്ലേ. ടീച്ചർ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു പിക്ചറിലൂടെ കാണുന്നുണ്ട് അല്ലേ. മനുഷ്യർ മരങ്ങളെ നശിപ്പിക്കുന്നതും ഒക്കെ. നെക്സ്റ്റ് നോക്കാം. One day, the elder in her village held a meeting to talk with Rebecca about what could be done to help nature. അങ്ങനെ ആ ഒരു വില്ലേജിലുള്ള മുതിർന്ന ആളുകൾ ഒരു മീറ്റിംഗ് കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. റബേക്കയെ റബേക്കയുടെ സഹായം കൊണ്ട്. ദ പ്രോബ്ലം ദേ ഫേസ്ഡ് വാസ് സോ ബിഗ്. അവർ ഈ ഒരു പ്രോബ്ലം വലിയൊരു പ്രോബ്ലമാണ് അല്ലേ. ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ് ഓഫ് കെനിയ. അങ്ങനെ അവരെന്ത് ചെയ്തു? മീറ്റിങ്ങിൽ പറഞ്ഞു, ഒരു കെനിയയിലുള്ള പ്രസിഡൻറ്റിന് ലെറ്റർ എഴുതണം. വൺ ഓഫ് ദ എൽഡർ സൈഡ്, അതിലൊരു മുതിർന്ന ആൾ പറഞ്ഞു, ഹി നീഡ്സ് ടു നോ ദാറ്റ് വി കനോട്ട് ലീവ് വിതൗട്ട് റെയിൻ.
എന്താണ് അവരറിയണം, അവരാവശ്യപ്പെടണം ഞങ്ങൾക്ക് റെയിൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന്. ദെൻ മേ ബി ഹി വിൽ ഇംപ്ലിമെൻറ്റ് ലോ ടു സ്റ്റോപ്പ് ഹാമിങ് നാച്ചർ. അപ്പം എന്ത് ചെയ്യും, അവർ ഒരു നിയമം പാസ്സാക്കും അല്ലേ, നമ്മൾ നാച്ചറിനെ നശിപ്പിക്കുന്നതിനെതിരെയായിട്ട് അവരൊരു നിയമം പാസ്സാക്കുമെന്ന് ആ മീറ്റിങ്ങിലൂടെ ഡിസൈഡ് ചെയ്തു. അങ്ങനെ അവർ എന്ത് ചെയ്തു, ഇൻ നൈറോബി ദ പ്രസിഡൻറ്റ് റീഡ് ദ ലെറ്റർ ഫ്രം ദ മസായ് കമ്മ്യൂണിറ്റി. അങ്ങനെ ആ ലെറ്റർ പ്രസിഡൻറ്റിന് കിട്ടി. മസായ് കമ്മ്യൂണിറ്റിയിൽ അവരത് റീഡ് ചെയ്തു. ഹി റിസീവ് മെനി അതർ ലെറ്റർ. അവർക്ക് ഒരുപാട് അങ്ങനെയുള്ള ലെറ്റേഴ്സ് കിട്ടി. ഫ്രം അതർ പാർട്ട് ഓഫ് ദ കൺട്രി ടു. ആ കൺട്രിയിൽ തന്നെ പല ഭാഗത്തു നിന്നായിട്ട് അങ്ങനത്തെ ലെറ്റർ കിട്ടി. ഐ നീഡ് ടു ഹെൽപ്പ് കെനിയ ടു പ്രൊട്ടക്റ്റ് നാച്ചർ. അങ്ങനെ പ്രസിഡൻറ്റ് എന്ത് ചെയ്തു, എനിക്ക് കെനിയയിലുള്ള നാച്ചറെ സംരക്ഷിക്കണം. ഈ തോട്ട് പ്രസിഡൻറ്റ് ചിന്തിച്ചു. ദ പ്രസിഡൻറ്റ് ആസ്ക്ഡ് ഹിസ് കൺട്രിമാൻ ടു പ്ലാന്റ് ട്രീസ് ഔട്ട്സൈഡ് ദെയർ ഹോംസ്. അങ്ങനെ അവരെന്ത് ചെയ്തു, കൺട്രിമാൻസിനെ വിളിച്ചിട്ട് പുറത്തുനിന്ന് വീടുകളിലൊക്കെ പ്ലാന്റ് നടാൻ വേണ്ടി തീരുമാനിച്ചു. ഇൻ ദ മസായ് കമ്മ്യൂണിറ്റി എവരിവൺ അഗ്രീഡ് ടു പ്ലാന്റ് എ ട്രീ ഔട്ട്സൈഡ് ദെയർ ഹോം. അങ്ങനെ അവരെല്ലാവരും കൂടെ തീരുമാനിച്ചു, പുറത്തു നിന്നും ഒരുപാട് മരങ്ങൾ കൊടുന്ന് നടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. റബേക്ക ആൻഡ് ഹെർ മദർ ഡഗ് എ ഹോൾ ടുഗദർ ആൻഡ് പ്ലാന്റ് എ സീഡ്ലിംഗ്. അങ്ങനെ റബേക്കയും മദറും ഒക്കെ എല്ലാവരും ഒരുമിച്ച് ആ പ്ലാന്റ് നടാൻ തുടങ്ങി. ചിത്രത്തിൽ കണ്ടില്ലേ നിങ്ങളെ, റബേക്കൻ്റെ മദറും ബാക്കിയുള്ളവരൊക്കെ പ്ലാന്റ്സ് നടുന്നത് അല്ലേ, പുതിയ പുതിയ പ്ലാന്റ്സ് ഒക്കെ നടുന്നത് ചിത്രത്തിലുണ്ട്. ഇനി ബാക്കി ഭാഗം നോക്കാം. At Rebecca's school, the principal held an assembly to address the students. അങ്ങനെ റബേക്കയുടെ സ്കൂളിൽ പ്രിൻസിപ്പൽ ഒരു അസംബ്ലി സംഘടിപ്പിച്ചു. അഡ്രസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്യാൻ. ഹി ആസ്ക്ഡ് റബേക്ക ടു സ്റ്റാൻഡ് ബിസൈഡ് ഹിം. എന്ന് എന്ത് ചെയ്തു, ഈ പ്രിൻസിപ്പളുടെ അടുത്ത് റബേക്കയെ വിളിച്ചു നിർത്തി. പ്രൊട്ടക്റ്റിംഗ് ദ എൻവയോൺമെൻറ്റ് ഈസ് എ ബിഗ് ജോബ് ആൻഡ് എവറി വൺ ഇൻ ദ വേൾഡ് ഹാസ് ടു ഹെൽപ്പ്. അല്ലേ, ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ സമൂഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു വലിയ ജോലിയാണ് അല്ലേ, ഈ ലോകത്തിലെ തന്നെ ഒരു ഭയങ്കര സഹായകമാണ്. ദ പ്രിൻസിപ്പൽ പറഞ്ഞു. ബട്ട് വി വോണ്ട് ലൈക്ക് ടു താങ്ക് we would like to thank Rebecca for helping us learn and make a change. എന്തുകൊണ്ടാണ് ഇവരിതെല്ലാം കൂടി തീരുമാനിച്ചത്, റബേക്ക അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അല്ലേ. ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ വേൾഡ് വുഡ് ബി ഇഫ് വി ഓൾ ഹെൽപ്ഡ് അവർ കമ്മ്യൂണിറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എന്ത് മനോഹരമായിരിക്കും നമ്മളെ ലോകം ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ, സമൂഹത്തെ സംരക്ഷിച്ചാൽ. ഹി ആഡഡ്, എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. റബേക്ക ഫെൽറ്റ് വെരി ഹാപ്പി. റബേക്കൊക്കെ എന്തായി, ഭയങ്കര ഹാപ്പിയായി. ഷീ വണ്ടേർഡ്, അവൾ അത്ഭുതപ്പെട്ടു. വാട്ട് ഷീ ആൻഡ് ഹെർ ഫ്രണ്ട്സ് കുഡ് ഡു നെക്സ്റ്റ് ടു ഹെൽപ്പ് നാച്ചർ ആൻഡ് ഹെർ കമ്മ്യൂണിറ്റി. അങ്ങനെ അവളെ സുഹൃത്തുക്കളും എങ്ങനെയാണ് ആ ഒരു സമൂഹത്തെയും നാച്ചറിനെയും സംരക്ഷിച്ചതിൽ അവർ ഭയങ്കരമായിട്ട് പിക്ചറിൽ കണ്ടില്ലേ, റബേക്കയെ പ്രിൻസിപ്പൾ വിളിച്ച് കുട്ടികളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യുന്നതും അല്ലേ. റബേക്ക അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ആ ഒരു സമൂഹത്തിലുള്ള ആ ഒരു സ്ഥലത്തെ പ്രശ്നങ്ങൾ, മഴയില്ലാത്ത അവസ്ഥയും പ്രകൃതിയെ നശിപ്പിക്കുന്ന അവസ്ഥയൊക്കെ മാറ്റി നിർത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓരോ കാര്യങ്ങളും നമുക്കും ചെയ്യാൻ കഴിയണം അല്ലേ. അങ്ങനെ റബേക്കയെ പോലുള്ള ഒരു നല്ല ചിന്തയും നല്ല അനുഭവങ്ങളും നമുക്കും ചെയ്യാൻ കഴിയണം. ഇത്രയാണ് ഈ സ്റ്റോറിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം.